ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ സ്നേഹവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അനുസരിക്കണം എന്നുള്ളതും സ്വന്തത്തിന്റെ കാര്യം മറക്കാതെ എല്ലാവരെയും വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കുവാനും എവിടെ എങ്ങനെ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തിരിക്കുന്ന വളരെ ചെറിയ ഒരു കഥയും അതിലൊരു വിശ്വാസി എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ട ചില ഗുണപാഠങ്ങളും എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുവഴി എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതുപോലെ സ്വർഗത്തിലെത്തുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയുള്ള അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ അബ്ദുള്ള ഇബ്നു മുഹമ്മദ് എന്നതാണ്. അബ്ദുള്ള ഇബ്നു മുഹമ്മദ് അദ്ദേഹം ഒരു സൈനിക ഡ്യൂട്ടിയുമായി കൊണ്ട് കടൽക്കരയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു ചെറിയ ഒരു കുടിൽ കാണുകയും ആ കുടിലിലേക്ക് അദ്ദേഹം എത്തി നോക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവിടെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത റജുലുൻ ഖദ് ദഹബ യദാഹു വറിജ്ല അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും രണ്ട് കാലുകളും ഉപയോഗശൂന്യമായി കൊണ്ട് കിടക്കുന്ന പ്രായമുള്ള ഒരു മനുഷ്യനുണ്ട്. വസഖല സമഅഹു വബസറു അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പിന്നെ ബാക്കി ഒരു അവയവങ്ങളും അവർക്ക് പിന്നെ പ്രവർത്തിക്കുന്നില്ല. വമാ ലഹു മിൻ ജാറഹത്തിൻ തൻഫഉഹു ഇല്ലാ ലിസാനഹു അദ്ദേഹത്തിനെ സഹായിക്കാൻ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കൂടെയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നാവ് അനങ്ങുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ ഒരു പ്രാർത്ഥന ദുആ ചെയ്യുന്നുണ്ട്. ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ഔസിഅനി അൻ അഹ്മദക ഹംദൻ അകാഫിഉ ബി ശുക്ര നിഅമതക അല്ലതി അൻഅംത അലയ്യ വഫല്ലൽതനി അലാ കതീരി മിമ്മൻ ഖലഖ തഫ്ളീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഔസിഅനി അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. എന്തിന്? അൻ അഹ്മദക ഹംദൻ അകാഫിഉ ബി നിനക്ക് മതി വരുവോളം നിന്നെ ഹംദ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ഇതിന്റെ ആഴം മനസ്സിലാക്കണം. നിനക്ക് മതി വരുവോളം അല്ലാഹു നിനക്ക് മതി വരുവോളം നിന്നെ ഹംദ് ചെയ്യാൻ സ്തുതിക്കുവാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. ശുക്ര നിഅമതക അല്ലതി അൻഅംത അലയ്യ അല്ലാഹുവേ നീ എനിക്ക് നൽകിയിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും എന്നെ നീ സഹായിക്കണമേ. വഫല്ലൽതനി അലാ കതീരി മിമ്മൻ ഖലഖ തഫ്ളീല നീ സൃഷ്ടിച്ച കോടിക്കണക്കിന് ആയിരക്കണക്കിനുള്ള സൃഷ്ടികളെക്കാൾ എനിക്ക് ശ്രേഷ്ഠത നൽകിയ അല്ലാഹ് നിന്നെ ഹംദ് ചെയ്യാനും ശുക്ർ ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ദുആ പ്രാർത്ഥിക്കുന്നത് കൈകാലുകൾ അനങ്ങാത്ത കണ്ണുകൾ കാണാത്ത ഒരു സഹായത്തിന് ഒരാളുമില്ലാത്തൊരു മനുഷ്യനാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഞാനും നിങ്ങളും ഒരു ദിവസം എത്രത്തോളം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലെ മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഖൈസത്തുൽ ലഹു ദുനിയ മൂന്ന് കാര്യങ്ങളുണ്ട് എങ്കിൽ അവന്റെ ദുനിയാവെല്ലാം അവന് ലഭിച്ചവനെ പോലെയാണ്. നിങ്ങൾ നോക്കൂ, നമ്മളൊരു ദുനിയാവ് ലഭിച്ചവനെന്ന് കണ്ടാൽ നല്ല പണമുള്ള ആരോഗ്യമുള്ള മക്കളുള്ള സൗകര്യങ്ങളുള്ള വലിയ കാറുള്ള വീടുള്ള ഇതല്ലേ? അല്ല, മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ ദുനിയാവെല്ലാം ലഭിച്ചവനെ പോലെയാണ്. ഒന്ന്, നിർഭയനായി ആരെയും പേടിക്കാത്തൊരവസ്ഥയിൽ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന്
രണ്ട്, അവന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ട് എങ്കിൽ, അല്ലാഹു അക്ബർ, നമ്മൾക്കൊരു മുട്ടുവേദന കാലുവേദനക്ക് വരുമ്പോഴേക്ക് നമ്മൾ എന്തൊക്കെ വർത്താനം വെച്ചാൽ ഒന്നും പറയണ്ട, ഒന്നും കൂടി ശരിയാവുന്നില്ല, ഊരവേദന കാലുവേദന, ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് എന്താണ് മടി? മൂന്നാമത്തേത്, പറയാൻ കേൾക്കാൻ നമുക്ക് അവകാശമില്ല. ഹദീസ് ഇങ്ങനെയാണ്, ഇൻദഹു ഖൂതു യൗമിഹി, ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ വീട്ടിലുണ്ട് എങ്കിൽ, ഒരാഴ്ചയില്ല, ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ, ഫകഅന്നമാ ഖൈസത് ലഹു ദുനിയ, ഈ ദുനിയാവെല്ലാം ലഭിച്ചവനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അബ്ദുല്ലാഹി മുഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം ഈ ഒരു പ്രായമുള്ള മനുഷ്യന്റെ അരികിലേക്ക് കടന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിച്ചു, എന്ത് അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയിട്ടുള്ളത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. فأي نعمة من نعم الله عليك تحمده عليها وأي فضيلة تفضل بها عليك تشكره. ഇങ്ങനൊക്കെ ശുക്ർ ചെയ്യാനും ഹംദ് ചെയ്യാനും എന്ത് അനുഗ്രഹമാണ് താങ്കൾക്ക് അല്ലാഹു നൽകിയത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ മനുഷ്യൻ, ഏത് ഈ പ്രായമുള്ള ഒന്നിനും പറ്റാതെ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞ ഒരു വാചകം എന്തെന്നറിയാം? വല്ലാഹി, അല്ലാഹുവാണ് സത്യം. നിങ്ങൾ നോക്കൂ, അടുത്ത വരി നോക്കൂ. ലൗ അർസല സമാഅ അലയ്യ നാരൻ, അല്ലാഹു ആകാശത്തിൽ നിന്ന് തീ അഗ്നി എന്നിലേക്ക് അയക്കുകയും ഫഅഹറത്തനി, എന്നെ കരിച്ചു കളഞ്ഞാലും. രണ്ടാമത്തേത്, വഅമറൽ ജിബാല ഫദമ്മർതനി, ഈ വലിയ മലകളെ പർവ്വതങ്ങൾ എന്നിലേക്ക് അയച്ചെന്നെ തകർത്ത് കളഞ്ഞാലും. വഅമറൽ ബിഹാറ ഫഖറത്തനി, ഈ കടൽക്കരയിലെ ഈ സമുദ്രത്തിനെ എന്നിലേക്ക് അയച്ച് എന്നെ മുക്കി നശിപ്പിച്ചാലും. വഅമറൽ അർള ഫബലഗ്തനി, ഈ ഭൂമിയെ എന്നിലേക്ക് അയച്ച് എന്നെ ആഴ്ത്തിക്കളഞ്ഞാലും. അടുത്ത വരി കേട്ടുള്ളൂ, മസ്ദത്തു ലിറബ്ബി ഇല്ലാ ശുക്രൻ ലിമാ അൻഅമ അലയ്യ മിൻ ലിസാനി, നാവ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനെതിരേക്കാൾ എത്ര ഖൈർ ചെയ്യണം. സഹോദരങ്ങളെ, ഇതിന്റെ ആഴം മനസ്സിലാക്കണം. ആകാശത്തിൽ നിന്ന് അഗ്നി അയച്ച് എന്നെ കരിച്ചാലും, ഭൂമി എന്നെ ആഴ്ത്തിക്കളഞ്ഞാലും, ഈ ജിബാലുകളെ പർവ്വതങ്ങളെ എന്നിലേക്ക് അയച്ച് എന്നെ തകർത്തു കളഞ്ഞാലും, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് ലഭിച്ച ഒരേ ഒരു അനുഗ്രഹം നാവ് എന്നതാണ്. സഹോദരങ്ങളെ, എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് അള്ളാഹു നൽകിയത്. അതിനൊന്ന് അൽഹംദുലില്ലാ പറയാൻ, ഒന്ന് ശുക്ർ ചെയ്യാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ സത്യത്തിൽ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് നമ്മൾക്ക് ശരിക്കും സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കിയ ഒരു ഹദീസാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ പരലോകത്തൊരു മനുഷ്യൻ നിൽക്കുമ്പോൾ അവന്റെ ഹിസാബ്, അള്ളാഹു നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി നൽകട്ടെ, അവന്റെ ഹിസാബ് എങ്ങനെ തുടങ്ങും എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. പലപ്പോഴും എല്ലാവരും മനസ്സിലാക്കി വെച്ചത് ഒരാളുടെ ഹിസാബ് തുടങ്ങുക നിസ്കാരം ചോദിച്ചിട്ടാണ് എന്നതാണ്. ഒരാളെ നിസ്കാരം ചോദിച്ചതല്ല തുടങ്ങുക, അവന് ഹിസാബ് തുടങ്ങുക നിനക്ക് കുടിക്കാനുള്ള തണുത്ത വെള്ളം തന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ്. എങ്ങനെ അവന് ഹിസാബ് തുടങ്ങുക? എങ്ങനെ? കുടിക്കുന്ന വെള്ളം. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല റസൂലേ, ഈ കുടിച്ച വെള്ളത്തിന് കൂടി ഈ മറുപടി പറയണം എന്നുണ്ട് എങ്കിൽ ഖുർആനിലുള്ള ഒരു ആയത്തില്ലേ, വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു ഹിസാബ് ഇങ്ങനെ സ്പീഡിൽ ചെയ്യുന്നവനാണ്, ആ ഖാദിറാണ്, അതിനുള്ള ശക്തിയുള്ളവനാണ്. അപ്പൊ ഇങ്ങനൊക്കെ ഒരു വെള്ളത്തിന് മറുപടി പറയണം എന്നുണ്ട് എങ്കിൽ എത്ര കാലമെടുക്കും ഇത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കാര്യങ്ങൾ ചോദിക്കാനും അത് അത്ര എളുപ്പത്തിൽ സ്പീഡിലാക്കാനും വേഗതയിലാക്കുവാനും അല്ലാഹു കഴിവുള്ളവനാണ്. ഇത് ഞാൻ പറഞ്ഞതിന്റെ കാരണം, കഴിഞ്ഞ ദിവസം ഫലസ്തീനിൽ നിന്ന് വന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടവരാണ്. ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ ഉറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളിയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് കുടിക്കുകയല്ല ചെയ്യുന്നത്. അവിടെയാണ് ഹൃദയം അലിഞ്ഞു പോയത്. അത് വെള്ളം ഉറ്റിറ്റ് ഒരു പാത്രത്തിലേക്കായി ആ രണ്ട് കുട്ടികൾ കുടിക്കല്ല ചെയ്യുന്നത്, ആ വെള്ളമായിക്കൂടി ഇവർ നേരെ വീട്ടിൽ ചെന്ന് അവർ ഉമ്മക്ക് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളിന്ന് കുടിച്ച വെള്ളത്തിന്റെ ആ അനുഗ്രഹത്തിന്റെ ആഴം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീട് നമ്മൾ കാണണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ശുക്ർ ചെയ്യാൻ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദി മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക വലക്കൽ ഹംദ് വലക ശുക്ർ. ഈ 2025 ഉള്ള ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആധുനിക സമൂഹത്തിലുള്ള പ്രശ്നം, പണ്ട് കാലത്തുള്ള ഒരാൾക്ക് ഈ ഒരു പ്രാർത്ഥന അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ അല്ലാഹു ആലം എക്സ്ക്യൂസ് ഉണ്ടോന്ന് അല്ലാഹു ആലം. പക്ഷേ നമ്മൾക്ക് ഏതായിരുന്നാലും ഇല്ല. കാരണം നമ്മളെ മൊബൈൽ ഫോണിൽ വി ഹാവ് മെനി ആപ്ലിക്കേഷൻസ്. അതിൽ നമ്മൾ രാവിലെ വൈകുന്നേരമുള്ള ദുആകളുണ്ട്, രാവിലെ ചെല്ലേണ്ട ദുആയിൽപ്പെട്ടതാണ്. നമ്മളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അദ്ദേഹം ഈ നാവ് എന്ന് പറയുന്ന അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞതിന് കേട്ടതിന് ശേഷം ഈ പ്രായമുള്ള മനുഷ്യൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു സഹായം ചെയ്തു തരാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ താങ്കളെ പോലെയുള്ള ഒരാളിന് സഹായം ചെയ്യാൻ എനിക്ക് ഏറ്റവും സന്തോഷമാണ്.
സന്തോഷമാണ്. അപ്പൊ ഞാൻ ഈ ഹദീസ് വായിക്കാൻ ഈ കഥ വായിക്കാൻ പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് നിസ്കരിക്കാനുള്ള സമയമായാൽ വുളു എടുത്തു തരാനും, എനിക്ക് വിശക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം വാരിത്തരാനും, എനിക്ക് ദാഹിക്കുന്ന സമയത്ത് എനിക്ക് വെള്ളം കുടിപ്പിച്ചു തരാനും എൻ്റെ ഒരു മകനുണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷെ 3 ദിവസമായി അവനെ എനിക്ക് കാണാനില്ല, അവനെ എനിക്ക് കണ്ടെത്തി തരാമോ? ഈ അബ്ദുല്ലാഹി മുഹമ്മദിന് വളരെ സന്തോഷമായി. ചില സഹായം ചെയ്തു കൊടുക്കാൻ ഒരു സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറക്ക് ഇല്ലാതെയായി പോയതോ അല്ലെങ്കിൽ കൂടിപ്പോയതായത് ഒരു വശമാണ്. നമുക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്തോഷം. അതേ ഈ കുട്ടിയുടെ കോലൊക്കെ ചോദിച്ച് അബ്ദുല്ലാഹി മുഹമ്മദ് വേഗം വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് എത്തിയ സമയത്ത് ഒരു മൺകൂരയുടെ അരികിൽ ഒരു മൃതദേഹം അദ്ദേഹത്തിന് കാണാനിടയായി. വന്യമൃഗങ്ങൾ കടിച്ചു കയറിയ കോലത്തിൽ ഈ കടിച്ചു കയറിയ കോലത്തിൽ ഒരു ചെറിയൊരു മൃതദേഹം കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടിയാണ് ഇദ്ദേഹത്തിന്റെ മകൻ. നിങ്ങൾ നോക്കൂ, ഒരു വാപ്പയോട് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു വാപ്പ മരിച്ചു എന്ന് മക്കളോട് പറയുന്നത് പോലെയല്ല ഒരു മക്കൾ മരിച്ചു എന്ന് വാപ്പനോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു മക്കൾ മരിച്ചാൽ പറയേണ്ട ഒരു പ്രാർത്ഥന സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരാൾ മരിച്ചാൽ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ആൺകുട്ടിയോ പെൺകുട്ടിയോ മക്കൾ മരിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ല, അതിന്റെ മുന്നേ ഒന്നും കൂടെയുണ്ട്, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് എത്ര പേർക്ക് ആ സന്ദർഭത്തിൽ കരയുന്നതിന്റെ അപ്പുറത്ത് അത് പറയാൻ നമുക്ക് സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു കുട്ടിയുടെ റൂഹുമായി കൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് മലക്കുകൾ എത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, ഇത് ആരുടെ റൂഹാണ്? അപ്പോൾ ആ മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇയാളുടെ മകനായ ഇയാളുടെ റൂഹാണ്. അപ്പോൾ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, ആ കുട്ടി മരിച്ചപ്പോൾ എന്താണ് എന്റെ അടിമ പറഞ്ഞത്? അപ്പോൾ മലക്കുകൾ പറയും, ഹമിദക വ ഇസ്തർജഅക, തങ്ങൾ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ അല്ലാഹു പറയും, ബുനൂ ബിബൈത്തിൻ ഫിൽ ജന്ന വസമുഹ ബൈത്തുൽ ഹംദ്, വീടുണ്ടാക്കി കൊടുക്കുക സ്വർഗ്ഗത്തിൽ, ബൈത്തുൽ ഹംദ് എന്ന് വീടിന് പേരും കൊടുക്കും. നമ്മൾക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഇത് കണ്ണും കാടും ഒന്നും കാണാത്ത ഒരേ ഒരു അത്താണിയായ ഒരു കുട്ടി മരിച്ചു എന്ന് ആപ്പനോട് എങ്ങനെ പറയും? ഈ മനുഷ്യൻ അബ്ദുല്ലാഹി മുഹമ്മദ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരികയും സലാം പറയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്റെ കുട്ടിയുടെ കാര്യം പറയുന്നതിന് മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എന്താണ് ചോദ്യം? പിന്നെ താങ്കളാണോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണോ അള്ളാഹുവിന്റെ അരികിൽ ശ്രേഷ്ഠൻ? താങ്കളാണോ അയ്യൂബ് നബിയാണോ അള്ളാഹിന്റെ അരികിൽ ശ്രേഷ്ഠൻ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എത്ര പരീക്ഷണങ്ങൾ കൊടുത്തു? അതേ പരീക്ഷണം കൊടുത്തു. അദ്ദേഹത്തിന്റെ സമ്പത്ത്, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മക്കൾ, ഇതെല്ലാം അള്ളാഹു എടുത്തു കളഞ്ഞില്ലേ? സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ തിരിഞ്ഞു നോക്കേണ്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് ശുക്ർ ചെയ്യാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇങ്ങനെ ഒരു പരീക്ഷണം കൊടുത്ത സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വാബിറൻ ഷാകിറൻ ഹാമിദ, അദ്ദേഹം ക്ഷമിച്ചു, നന്ദി ചെയ്തു, അള്ളാഹുവിനെ സ്തുതിച്ചു. അങ്ങനെ ഈ പറയാണ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നതുപോലെയുള്ള ഒരു പരീക്ഷണം ഇതാ താങ്കൾക്കും വന്നെത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നതുപോലുള്ള ഒരു പരീക്ഷണം താങ്കൾക്ക് വന്നെത്തിയിരിക്കുന്നു. താങ്കളുടെ മകൻ മൺകൂരിയുടെ അരികിൽ വന്യമൃഗങ്ങൾ കടിച്ചു കയറിയ കോലത്തിൽ ഞാൻ അവിടെ കണ്ടിരിക്കുന്നു എന്ന് പറയുകയും ഈ മനുഷ്യൻ ഈ ഒന്നിനും കണ്ണുപോലും കാണാത്ത, അനങ്ങാൻ കഴിയാത്ത ഒരു ശരീരം മാത്രമുള്ള മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിർത്തിയില്ല, അടുത്ത വരി കേട്ടോളേ. അടുത്ത വരിയാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം യഖ്ലുഖ് ദുർരിയതി ലം യഅസി വയുഅദ്ദിബുഹു ബിന്നാർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മുടെ കുട്ടി മരിച്ചാൽ, നമ്മുടെ മകനെക്കുറിച്ച് എത്ര ആളുകൾക്ക് പറയാൻ കഴിയും ഇങ്ങനെ? അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. എങ്ങനെ? ലം യഖ്ലുഖ് ദുർരിയതി ലം യഅസി, നിന്നെ ധിക്കരിക്കാത്ത, തിന്മകളിൽ അധർമ്മങ്ങളിൽ മുഴുകാത്ത ഒരു മകനെ എനിക്ക് നീ നൽകിയല്ലോ ഇത്രയും കാലം. അൽഹംദുലില്ലാ. വയുഅദ്ദിബുഹു ബിന്നാർ, നരകത്തിന്റെ തീക്കൊള്ളിയാകാത്ത ഒരു മകനെ എനിക്ക് നീ നൽകിയല്ലോ. ഞാനിനി സ്വർഗത്തിലെത്തിയാൽ അവനെ ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് സ്വർഗത്തിൽ കാണാമല്ലോ എന്ന് പറയുകയാണ്. അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ചെറുപ്പത്തിലെ കുട്ടികളെ ദീനിന്റെ മാർഗത്തിൽ വളർത്താൻ സാധിക്കണം. അപ്പൊ പലപ്പോഴും പാരന്റിംഗ് ക്ലാസ്സിലൊക്കെ ചോദിക്കുന്ന ഒരു സംശയമാണ്, മക്കൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവരെ പിടിച്ചത് കിട്ടുന്നില്ല. അപ്പൊ അതിന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഉദാഹരണം, ഒരാൾ ആനനെ കാണാൻ പോയി, വലിയൊരു ആനനെ. അപ്പൊ ആനനെ
കാണാൻ പോയ ഒരാൾക്ക് കണ്ടത് വലിയ ആനയുടെ കാലിൽ ചെറിയൊരു കയറ് കൊണ്ട് കെട്ടിയിട്ടത് കണ്ടു. അപ്പൊ പാപ്പാനോട് ഇയാൾ ചോദിച്ചു, അല്ല ഈ ചെറിയ ചെറിയ കയറ് പിടിച്ചുകൊണ്ട് വലിച്ചാൽ ഈ കയറങ്ങോട്ട് പൊട്ടൂലേ? ആന പിടിച്ചു വലിച്ചാൽ പൊട്ടൂലേ? അപ്പൊ ആ സമയത്ത് പാപ്പാൻ പറഞ്ഞൊരു ഉത്തരാണ്, ആന ചെറിയ ആനക്കുട്ടിയായിരുന്നു, കയറ് ഇതേ കയറായിരുന്നു. ആന കുറേ തവണ വലിച്ചു നോക്കി, പൊട്ടിയില്ല. പക്ഷെ അങ്ങനെ അങ്ങനെ പൊട്ടാതെ ആയപ്പോ ആനയുടെ മനസ്സിൽ ഒരു സംഭവം വന്നു, എന്ത്? ഈ കയറ് വലിച്ചാൽ പൊട്ടില്ല. ആന വലിയ ആനയായി, പക്ഷെ കയറ് അതുപോലെ ഉണ്ട്. അതുപോലെ കുട്ടികളെ ചെറുപ്പത്തിലെ ദീനിന്റെ കയറ് കൊണ്ട് കെട്ടിയിടാൻ നമ്മൾക്ക് സാധിക്കണം. ഏറ്റവും നല്ലൊരു തലമുറയാണ് ഇന്നത്തെ തലമുറ. ഏറ്റവും നല്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, എല്ലാവരോടുമുള്ള ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ജനറേഷനാണ് ഇപ്പോഴുള്ള കുട്ടികൾ. അവർക്ക് ദീൻ കൂടെ ഉണ്ട് എങ്കിൽ വളരെ ഹൈറായിരിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സൂംബ വിവാദങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടി അധർമ്മത്തിലേക്ക് എത്തിക്കാൻ എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ, നമ്മളടക്കമുള്ള യുവാക്കൾ എല്ലാവരെയും സ്വർഗത്തിന്റെ വഴിയിലൂടെ നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുകയും അദ്ദേഹം ഈ പ്രായമുള്ള മനുഷ്യൻ ആ ഒരു സങ്കടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ പ്രായമുള്ള മനുഷ്യൻ മരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, നമ്മൾക്ക് എത്ര പേർക്ക് ആ കലിമ ചൊല്ലാൻ സാധിക്കും? അപ്പൊ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചുണ്ടുകൾ പിന്നെ തട്ടിക്കാതെ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ ശ്രമിച്ചാൽ കഴിയില്ല. അൽഹംദുലില്ലാ കഴിയൂല. സുബ്ഹാനല്ലാഹ് പറഞ്ഞു നോക്കൂ, കഴിയൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞു നോക്കൂ, കഴിയൂല. പക്ഷേ ചുണ്ടുകൾ തട്ടിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും എളുപ്പം. അതാണ് ഉലമാക്കൾ പറഞ്ഞത്, ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളതും ഒരാൾ മരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കടുപ്പമുള്ളതുമായ വാചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക എന്നതാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ കലിമ ചൊല്ലി മരിച്ച് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, നമ്മൾ മരിച്ചാൽ അവസ്ഥ എന്താണ്? ഇപ്പോഴും ഈ പള്ളിയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞാലും നമ്മൾക്ക് കുറെ പ്ലാനിങ്ങുകൾ ഉണ്ടല്ലോ. ഇത് ബിസിനസ്, കച്ചവടം, അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, അതല്ല ഞാൻ ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ അങ്ങനെ, ഒരു വർഷം കൂടി കഴിഞ്ഞ ഒരു കോഴ്സ് കഴിഞ്ഞ്, ഇതൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടല്ലോ. നമ്മുടെ കുട്ടിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, വീട് പണി തുടങ്ങിയിട്ടുണ്ട്, എന്റെ കുട്ടി, അതൊക്കെ ഉണ്ടല്ലോ. നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും ഏതോ ഒരു ദിവസത്തിൽ, ഒരു സമയത്തിൽ, ഒരു നിമിഷത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ സഹോദരങ്ങളെ. ഒരു ഫുൾ സ്റ്റോപ്പ് അതെന്നായിരിക്കും? അല്ലാഹു ആലം. ഏത് സന്ദർഭത്തിൽ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഏത് സമയത്തും ആ മലക്കുകളെ, ആ നമ്മുടെ റൂഹ് എടുക്കാൻ വരുന്ന മലക്കുകളെ നമ്മൾ തയ്യാറായി നിൽക്കണം. അതാണ് ചില പിന്നെ ഉലമാക്കളുടെ വചനത്തിൽ പറയാനുള്ളത്, ദുനിയാവ് ഒരിക്കലും അവസാനമല്ല എന്നും പരലോകമാണ് ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള കലിമ ചൊല്ലാനുള്ള ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകണം. അതിൽ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹറാമ് ചെയ്തുകൊണ്ടിരിക്കെ ആ മലക്കുകളെ നമ്മൾ സ്വീകരിക്കരുത്. ഞാൻ ഒന്നുകൂടി പറയാം, ഹറാമ് ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ എന്ത് ചെയ്യരുത്? ആ മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു കോലുണ്ടാകരുത്. അപ്പൊ എപ്പോഴാ അറിയില്ല, നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ചില സുഹൃത്തുക്കളുടെ കൂടെ ഹറാമിന്റെ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു റീല് കാണുമ്പോഴായിരിക്കും, ഒരു സഹോദരനായിട്ട് വഴക്കിടുമ്പോഴായിരിക്കും, അല്ല അങ്ങനത്തെ ഒരു മോശപ്പെട്ട സന്ദർഭത്തിൽ, ഒരു പബ്ബിലായിരിക്കും, ഒരു മോശപ്പെട്ട സന്ദർഭത്തിൽ മരിക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് സന്ദർഭത്തിലും. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞങ്ങളൊരു ക്ലാസ് കഴിഞ്ഞ് എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അവന് എന്നോട് ചോദില്ല, നമ്മൾ പോയി ബൈക്കിൽ ഇങ്ങനെ കയറാൻ പോകാൻ പറഞ്ഞു, അല്ല അങ്ങക്ക് വുദു ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വുദു ഉണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ഒറ്റ മിനിറ്റ് ഞാൻ വുദു എടുത്ത് വരാൻ പറഞ്ഞു. അപ്പം വേഗം പോയി വുദു എടുത്ത് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലടാ നമ്മൾ ജമാഅത്തൊക്കെ കഴിഞ്ഞ് ഇശാ ശേഷമുള്ള സമയമാണ്, പിന്നെ ഈ എന്തിനാ ഇപ്പൊ വുദു എടുത്തെന്ന് വെച്ച സമയത്ത് പറഞ്ഞ ഒരു ഉത്തരണ്ട്. പറഞ്ഞെന്താ വെച്ചാല്, പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോ വീട്ടിലെത്തുന്നതിന് മുന്നേ നമ്മൾ മരിക്കുകയാണ് എങ്കിൽ വുദുവോടുകൂടി മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്നും ആലോചിക്കാത്തൊരു വിഷയമാണ്. പള്ളിയിലേക്ക് വരുമ്പോ ഇവിടെ എത്തുന്നവരെ ഇതിന്റെ അടുക്ക് മരിക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ? സുബ്ഹാനല്ലാഹ്, ഇവന്റെ ചിന്ത എനിക്ക് കിട്ടിയ സാധനം, ഏതൊരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഏതെങ്കിലും നിമിഷങ്ങൾക്ക് മുമ്പിലെ രാവിലെ എഴുന്നേറ്റാൽ ഇന്നാണ് എന്റെ ഒരു മരണം എന്ന് ചെയ്യണം, നമ്മൾ ഓർക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പരലോകത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുവാനും ഏത് സന്ദർഭത്തിൽ മരിച്ചാലും കലിമ ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തിന്റെ കാര്യം മറക്കാതെ എല്ലാവരെയും വളരെ ഗൗരവത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരിക്കുന്ന പോലെ ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മനുഷ്യൻ, പ്രായമുള്ള മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു.
മരിച്ച ശേഷം അബ്ദുല്ലാഹി മുഹമ്മദിന് വല്ലാതെ സങ്കടം. ചില ബന്ധങ്ങൾ എങ്ങനെയാണല്ലോ, കുറേ വർഷങ്ങൾ വേണ്ട, കുറഞ്ഞ ദിവസങ്ങൾ, കുറഞ്ഞ മണിക്കൂറുകൾ മതി. അപ്പൊ നമ്മളെ ഭാര്യയെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എത്ര മണിക്കൂറുകളാണ് അവളെ കണ്ടത്, എന്നിട്ട് നമ്മളെ ആജീവനാന്തം നമ്മളെ സ്വീകരിച്ചവളാണ്. ചില ബന്ധങ്ങൾ കുറഞ്ഞ കാലം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബന്ധങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാണ്. അതാണ് കൂട്ടുകെട്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം. ഇപ്പൊ സിഗരറ്റ് വലി തുടങ്ങിയ ആളുകൾക്കൊക്കെ ഉള്ള നമ്മൾ കൗൺസിലിംഗ് പറയുന്ന ഏറ്റവും വലിയ കാര്യം പിയർ പ്രഷർ, അതാണ് അല്ലെങ്കിൽ പിയർ ഇൻഫ്ലുവൻസ്. കൂട്ടുകെട്ടിന്റെ ഉള്ളിൽ ആളാകാൻ വേണ്ടി ഈ ഒരു നെഗറ്റീവ് ഹീറോയിസം മെന്റാലിറ്റി ഉള്ള കാര്യത്താൽ ഈ സിഗരറ്റ് വലി ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടങ്ങാൻ കാരണം. അപ്പൊ ഇദ്ദേഹം കരഞ്ഞു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ടപ്പോ പുറത്തുനിന്നുള്ള ഒരു 4 ആളുകൾ ഈ കുടിലിന്റെ ഉള്ളിലേക്ക് വരികയും എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു, അല്ല താങ്കൾ എന്തിന് കരയുന്നു? അപ്പൊ ഈ അബ്ദുൽ മുഹമ്മദ് എന്ത് പറഞ്ഞു? ഈ കഥകളൊക്കെ പറഞ്ഞു. ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ കഥയൊക്കെ കേട്ട് ഈ പ്രായമുള്ള മനുഷ്യനെ നോക്കിയപ്പോൾ ഈ 4 പേരും കരയുകയും ആ മയ്യത്തിന്റെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അബ്ദുൽ മുഹമ്മദ് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ മയ്യത്തിനെ ചുംബിക്കുന്നത്? ആരാണ് ഇദ്ദേഹം? ഈ മയ്യത്ത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കേട്ടോളെ, ഇനി കേട്ടോളെ. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും കാണാത്ത കണ്ണുകളാണിത്. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും പറയാത്ത നാവാണിത്. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും കേൾക്കാത്ത ചെവികളാണിത്. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും ഭക്ഷിക്കാത്ത ശരീരമാണിത്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അബൂ കിലാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മയ്യത്താണിത്. ഈ 4 വരി കേട്ടോളി. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും കാണാത്ത കണ്ണുകളാണിത്. സഹോദരങ്ങളെ, നമ്മുടെ ഈ കണ്ണുകൾ എങ്ങനെയുള്ളതാണോ എന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ എണീച്ച് പടച്ചോനെ ഹറാമിലേക്ക് നോക്കരുതേ എന്ന് വിചാരിച്ചാലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം തുറന്നാൽ അവിടെ ഒരുത്തി ഉണ്ടാവും ഈ ശരീരം കാണിച്ച് ഏതെങ്കിലും ഒരു ഹറാമിന്റെ സാധനം. നമ്മുടെ കണ്ണുകൾ സംശുദ്ധമായി ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാ വലിസാനി മിനൽ കദിബ്. അടുത്ത വരിയാണ് വഅൈനി മിനൽ ഖിയാൻ. ഈ മോശത്തരത്തിന്റെ കട്ടുനോട്ടം. ഒരു പെണ്ണങ്ങനെ പോയി കട്ടുനോട്ടം, ഒരാളറിയൂല. ആരറിയാൻ? അപ്പൊ ബാംഗ്ലൂരിലാണ് നമ്മളുള്ളത്, മേ ബി നമ്മളെ ഫാമിലീസ് ഇവിടെ ഉണ്ടാവില്ല. ആരറിയാൻ? ഒരു മനുഷ്യനറിയാല്ല. നമ്മളൊരു പെണ്ണിനെ നോക്കി കഴിഞ്ഞാൽ അതിനാണ് ഖിയാൻ, കട്ടുനോട്ടം, മോശപ്പെട്ട നോട്ടം. ഒരാളറിയൂല. വഅൈനി മിനൽ ഖിയാൻ, എന്റെ കണ്ണിനെ ശുദ്ധീകരിക്കണേ. സഹോദരങ്ങൾ, ഈ മനുഷ്യൻ ഹറാമിലേക്ക് നോക്കാത്ത കണ്ണുകൾ, ഹറാം കേൾക്കാത്ത ചെവികൾ, നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയൂല, പിടിച്ചുക്കും, പറയൂല, പക്ഷെ കേൾക്കും. ഏത് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നല്ലോണം നിന്ന് ചിലപ്പോൾ കേൾക്കാനൊരു ഹരാണ്. കാരണം വെച്ചാൽ കണ്ണ് കാണാതിരിക്കാൻ കണ്ണടച്ചാൽ മതി, പറയാണ്ടിരിക്കാൻ ഇത് കൂട്ടിയാൽ മതി. ഇതിനിപ്പോ എന്താ ചെയ്യാ? ഈ ചെവിക്ക് അടപ്പില്ലല്ലോ. അള്ളാഹ് അടപ്പ് തരാത്ത ഒരേ സാധനം ചെവിയാണല്ലോ. അവിടുന്ന് അങ്ങോട്ട് മാറിക്കണ്ടല്ലോ. അള്ളാഹ് ഹറാമാക്കി കേൾക്കാത്തൊരു മയ്യത്താണ് ഈ മനുഷ്യനാണിത്. 3, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഒരു കാര്യം പറയാത്ത നാവാണിത്. ഈ ഇപ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ തെറി വാക്കുകൾ, മോശപ്പെട്ട വാക്കുകൾ ഇന്ന് വളരെയധികം ലിബറലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഈ പ്രായമുള്ള ആളുകൾക്ക് ചോദിച്ചാൽ ചിലപ്പോൾ വലിയ തെറികളൊക്കെ പഠിച്ചത് ചിലപ്പോൾ അവരുടെ ഒരു 20-30 വയസ്സിൽ അങ്ങനെ ആയിരിക്കും. അല്ലാഹു. ഇപ്പോൾ ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ, ഒരു ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ചെറിയ കുട്ടിക്കടക്കം വലിയ വലിയ തെറി മൊത്തത്തിൽ പിന്നെ അറിയാം. അപ്പൊ നമ്മൾ ടീച്ചേഴ്സുള്ള സമയത്തുള്ള ടീച്ചേഴ്സിനൊക്കെ ഇത് നല്ലോണം അറിയാം. ഈ ചെറിയ കുട്ടികളൊക്കെ വിളിക്കുന്നത് പണ്ടൊക്കെ വിളിച്ച തെറിയൊന്നല്ല. നമ്മൾ വലിയ ആളുകൾ, വലിയ ഹലാലല്ല, അങ്ങനത്തെ തെറികളാണ് ചെറിയ കുട്ടികൾ അവരെ ചാറ്റിങ്ങിൽ ഒക്കെ വിളിക്കുന്നത്. സഹോദരങ്ങളെ, നാവ് വർത്താനം പറയുമ്പോൾ നല്ല രൂപത്തിൽ സൂക്ഷിക്കണം. തെറി, മോശപ്പെട്ട് എന്തിനാണ് ഒരു വാക്കുകൊണ്ട് അവിടെ ഒരു വര അള്ളാഹു പരലോകത്ത് വരയ്ക്കുന്ന ഒരവസ്ഥ. 2, നാവ് സൂക്ഷിക്കേണ്ട ആണുങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ സംഭവം ഭാര്യമാരോടാണ്. ഈ ചില ആണുങ്ങൾ ഈ പള്ളിയിലത്തെ ആളുകളും അല്ല അങ്ങനത്തെ അടുത്തൊക്കെ നല്ല സൂപ്പർ ആൾക്കാരാണ്. പക്ഷെ ഓരോ ഭാര്യമാരോട് തെറ്റുന്ന സമയത്ത് ഇവരെ ഈ ഒരു സ്വഭാവം. ഇപ്പൊ ഇന്നാളൊരു കൗൺസിലിംഗില് ഒരു നമ്മൾ പ്രവർത്തകന് ഭാര്യ പറഞ്ഞൊരു കാര്യമാണ്. മൂപ്പര് ഉപയോഗിച്ച ചില പറയാം, എനിക്ക് തലല്ലേ, എനിക്ക് കൈതന് ബുദ്ധിയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വൾഗറായിട്ട് ഇങ്ങനെ വരികയാണ്. ഞാൻ ഭയങ്കര സംശയം, അല്ല മൂപ്പരോ? കാരണം അത്ര നല്ല ബന്ധമുള്ളൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. പക്ഷെ മൂപ്പര് വൈഫിന്റെ അടുക്ക് നാവ് വളരെ വൃത്തികേടാണ്. സഹോദരങ്ങളെ, നമ്മളെ കണ്ട് മാത്രം വന്ന ഒരു പെണ്ണാണ് അവൾ. അവളോട് ഏറ്റവും ഏറ്റവും നന്നായി ഭാര്യമാരോട് സംസാരിക്കാൻ സാധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നത്. 4, അള്ളാഹു ഹറാമാക്കിയത് ഭക്ഷിക്കാത്ത ശരീരമാണ്. സഹോദരങ്ങളെ, ഇത് സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ബിസിനസ്സുകാരായിരിക്കും, നമ്മൾക്ക് പൈസ കിട്ടാൻ പല കോലത്തിലുള്ള സംവിധാനങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു ഒരുക്കി വെച്ചത് ഉറപ്പാണ്. പല കോലത്തിൽ അത് ഹലാല് ഹറാം നോക്കാൻ
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കച്ചവടക്കാരാണോ അതിൽ ഹലാൽ ഹറാം നോക്കണം. നമ്മൾ ബിസിനസ്സാണോ ഹലാൽ ഹറാം നോക്കണം. നമ്മൾ ഒരു ജോലിക്കാരനാണോ അതിൽ വരെ ഹലാലും ഹറാമും നോക്കണം. ഇപ്പൊ നമ്മളൊരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു ടീച്ചർ പ്രൊഫസറാണ്, ഒരു അറബി കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിന് രാവിലെ വിളിച്ചാൽ ഇദ്ദേഹം ഫോൺ എടുക്കുകയില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടുന്ന സമയമാണ്. ആ സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനത് പുറമുള്ള സാധനമാണല്ലോ എന്നുള്ള ഒരു സൂക്ഷ്മത അദ്ദേഹം പറഞ്ഞു. സഹോദരൻ, ഇങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ സൂക്ഷ്മത ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നോക്കൂ, അങ്ങനെ ശരീരത്തിനെ സംശുദ്ധമാക്കാൻ സാധിക്കണം. അതേപോലെ സൂചിപ്പിക്കുകയാണ് പലിശ. നിങ്ങൾ നോക്കൂ, ഒരു ഐഫോൺ വാങ്ങണം. എന്റെ കയ്യിൽ 1 ലക്ഷം റുപ്യ ഐഫോണാണ്, എന്റെ കയ്യിൽ 30,000 രൂപയാണ്, ബാക്കി അടവ് EMI. നമ്മൾ സീറോ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പലിശ ഉണ്ട്. ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ പലിശയുള്ള സംഭവങ്ങൾ. അങ്ങനെ മൊത്തത്തിൽ വെറുതെ ലോൺ എടുത്ത് വീട് വലുതാക്കാൻ, കാറ് വാങ്ങാൻ പലിശ എടുത്തുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ സാധനം ഉണ്ടോ അത് നശിച്ചു. നമ്മളെ ശരീരത്തിലേക്ക് ഒരു ഹറാമും കയറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ 4 പേരും ഇദ്ദേഹം കൂടി അദ്ദേഹത്തിന് മറവ് ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്തു എന്നതാണ് ഈ ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ളാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കിട്ടുന്നത്. പക്ഷേ ശരിക്കും വീട്ടിൽ പോയി ആലോചിച്ചാൽ എത്രയോ ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. ഈ പാഠങ്ങൾ നമ്മൾ വൈഫിനായിട്ടോ മക്കളായിട്ടോ ഒക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു കഥ ഉണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നല്ല ഈമാൻ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥകളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാൻ, ശുക്ർ ചെയ്യാൻ, ഹംദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നമ്മൾ ചെയ്തു പോയ എല്ലാ തിന്മകളും ഹറാമുകളും അബദ്ധങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുകയും അവകളെല്ലാം നന്മകളാക്കി രേഖപ്പെടുത്തി നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ദീൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ദഅവ ചെയ്യുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലാണ്. ചില ആളുകൾ സാമ്പത്തികമായി, കുടുംബപരമായി, ഈ ശാരീരികപരമായി, രോഗസംബന്ധമായി, മാനസികപരമായ ചില ബുദ്ധിമുട്ടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എളുപ്പവും ഒരു മഖ്റജ്, അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഖബറും അല്ലാഹു വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലുള്ള ആളുകൾക്ക് അല്ലാഹു അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും പൊരുതി നേടാനും വിജയിക്കാനും ഉള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദികളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم أهنا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.